അപ്പൊ നമ്മൾ തിരുവനന്തപുരം മറന്നൊരു കളി ഇല്ല. ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഓണം ആഘോഷിക്കുന്നത് കണ്ട് ഞാനിങ്ങനെ ഞെട്ടി നിന്നിട്ടുണ്ട്. കാര്യം ഞാനൊന്നും ഇത്രയും ഒന്നും ആഘോഷത്തിലോട്ട് വന്നിട്ടില്ല. വേറെ നോക്കണം, എല്ലാ കടകളിലും, അതായത് തുണിക്കടകളിൽ കണ്ടാൽ തോന്നുന്നു ഇത്രയും കാലം ഒരു വസ്ത്രമൊന്നും ഒന്നും വാങ്ങിക്കാതെ നടക്കുകയായിരുന്നു. എല്ലാവരും ഹൗസ്ഫുൾ എന്ന് പറയാം. വഴിയോര കച്ചവടക്കാർക്ക് പോലും രക്ഷയില്ല. അങ്ങനെയാണ് ഓണം. ഇവിടുത്തെ ഓണം, തിരുവനന്തപുരത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള ജില്ലക്കാർ ഇത് കേൾക്കുമ്പോൾ എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും അല്ലേ, തിരുവനന്തപുരം വന്ന് നോക്കണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. തിരുവനന്തപുരത്തുകാരെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അഹങ്കാരമാണ് ഇപ്പോൾ ഞങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത്. അതൊന്ന് ക്ഷമിക്കുക. അതെ, സ്വന്തം ആൾക്കാരെന്നുള്ള നിലവിലുള്ളൂ. ഇപ്പം പണ്ടൊക്കെ നമ്മൾ കേരളം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആയിട്ടും പിന്നെ നമ്മുടെ കേരളീയരില്ലാത്ത ഒരു രാജ്യമില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ കാണുന്നതാണ് മീഡിയയിൽ ഓണം. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇവിടത്തേക്കാളാണ് ഓണമൊക്കെ ആഘോഷിക്കുന്നത് പുറനാടുകളിലാണ്. ഗൾഫിലുള്ള മലയാളി അസോസിയേഷൻ, അമേരിക്കയിലുള്ള അസോസിയേഷൻസ് തിരുവാതിര കളിക്കേണ്ട തിരുവാതിര എന്നാണെങ്കിലും ഓണത്തിൻ്റെ അന്ന് അത് രസമാണ് കേട്ടോ കാണാനായിട്ട്. ആണുങ്ങളൊക്കെ ഇൻവോൾവ്ഡ് ആവും. പിന്നെ സദ്യക്കൂട്ടം ഒരുക്കുന്നതിന് അത് ഒരു നല്ലൊരിതാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി തൊട്ട് വറുത്തെടുത്ത് അങ്ങനെയൊക്കെ അല്ലേ അവിടെ ട്രിവാൻഡ്രത്ത്. ഇവിടെ നമ്മുടെ വീട്ടിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അമ്മയുള്ള കാലത്ത്. ഇന്ന് കിട്ടുന്ന സമയം പിള്ളേർ ആ കുട്ടികളൊക്കെ പോയിട്ട് ആ മൊബൈൽ നോക്കിയിരിക്കും. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ എല്ലാം വലിയവരായാലും ചെറിയവരായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഓണത്തിൻ്റെ സമയത്തെങ്കിലും അത്യാവശ്യം കോൾസ് ഒക്കെ എടുക്കണം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ആ കണക്ടിവിറ്റി വേണം. അത് ഫാമിലി കണക്ടിവിറ്റി വേണം, ബന്ധുക്കളുമായിട്ടുള്ള കണക്ടിവിറ്റി വേണം. നമുക്കിന്ന് അത്യാവശ്യം അതാണ്. അതായത് ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോൾ പറഞ്ഞ ഓഗസ്റ്റിലാണ് ഓണം വരുന്നത്. ഇപ്പോൾ സെപ്റ്റംബറിലാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ദുരിതം, വെള്ളപ്പൊക്ക ദുരിതവും അതൊക്കെ അല്ലേ, വല്ലാത്തൊരു. അത് കഴിഞ്ഞ് കോവിഡിലൊക്കെ ശ്വാസം മുട്ടിട്ടുണ്ട്. അയ്യോ ഈശ്വര, എങ്ങനെ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളത് ആരും വരില്ല, ആരും വരുത്താനും പറ്റില്ല. പിന്നെ ഈ വാട്സാപ്പിലാണ് മക്കളെയൊക്കെ നമ്മൾ ഓണം ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു കൂട്ടായ്മയുടെ ഫീൽ അന്ന് ഒരുപാട് കുറഞ്ഞിരുന്നു. നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്വസ്തി ഫൗണ്ടേഷനുമായിട്ട് ഞാൻ അതിൻ്റെ ട്രസ്റ്റിയാണ്, ഞാൻ വൺ ഓഫ് ദ ട്രസ്റ്റീസ്. അപ്പം ഞങ്ങൾക്ക് ഈ ക്യാമ്പുകളിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. ക്യാമ്പിൽ തന്നെ 1-2 ക്യാമ്പിൽ നമ്മൾ പോയി. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓണം ടൈമിലല്ലെങ്കിലും കുറേ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഭക്ഷണം ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അന്ന് നമ്മൾ കാണുന്നത് എന്താ പറയുമോ, ആ ശരിക്കും അവരുടെ കണ്ണിലുള്ള നമ്മളെ കാണുമ്പോൾ ഒരു പ്രകാശം. കാരണം എല്ലാം സർവ്വവും നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു വെളിച്ചം പോലെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലെ ആയിട്ടെങ്കിലും നമ്മളവിടെ എത്തുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം പലരും പറയും എന്തിനാണ് ഓണാഘോഷം വേണം. കാരണം അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്, ഒരുപാട് പേര് അസോസിയേറ്റഡ് ആണ് അതിൽ. ഒരു ഫ്ലോട്ട് വരുന്നു, ആ ഫ്ലോട്ട് റെഡി ആവണമെങ്കിൽ എത്ര ആൾക്കാരുടെ പ്രയത്നം വേണം. അപ്പോൾ അവർക്കൊക്കെ ഇത് കിട്ടുകയാണ്. ഇപ്പോൾ സദ്യ ഒരുക്കുന്നു, എന്തിനും ഇത്രയും കല്യാണത്തിന് ആഘോഷം എന്ന് ചോദിക്കും. പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. അതെ, പണ്ടായിരുന്നു ഉത്രാട പാച്ചിൽ, ഇപ്പം പാച്ചിൽ എന്നും ഉണ്ട് പാച്ചിൽ. അപ്പം നമുക്ക് ഈ പറയുന്ന അബണ്ടൻസ് ഉണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ കേരള നാട്ടിലുണ്ട്. അതായത് എന്തുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫാമിലി തന്നെ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കി, ഓണത്തിന് മുൻപേ തന്നെ ഒന്ന് ചുറ്റും നോക്കി, ഇതിൽ തന്നെ അഭിമാനം കൊണ്ട് പറയാത്തവർ കുറേ പേര്. നമുക്കൊരു ഈശ്വരൻ തന്ന വരദാനമാണെന്ന് വിചാരിച്ച് എന്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫാമിലിയെ ഒന്ന് ഏറ്റെടുത്ത് അവരുടെ ഓണം ഒന്ന് മഹത്തരമാക്കി കൊടുത്താൽ. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഓണം ഓർമ്മകളും ബാല്യവും. ഓണത്തിൻ്റെ ഓർമ്മകളും ബാല്യവും നിങ്ങൾ എത്ര പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ നിങ്ങൾ ആ ഓണം ഓർമ്മകളിലേക്ക് എത്ര പേരാണ് അത് ഓർത്തെടുക്കാറുണ്ടാവുക? നമസ്കാരം ചേച്ചി. നമസ്കാരം. നമുക്ക് ഓണത്തിൻ്റെ ഓർമ്മകളിലേക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പം ഓണം വന്നല്ലോ, അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരുപാട്. അതെ, തീർച്ചയായിട്ടും. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വികാരമല്ലേ. ഓണം കേരളീയരുടെ വികാരമാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രേക്ഷകർക്ക് നമുക്കൊരു ഓണാശംസ ആദ്യം കൊടുക്കാം. ഓണം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓണം പറയുമ്പോൾ വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ്. കാരണം എന്തുകൊണ്ടെന്നറിയില്ല. കാരണം വലുതാവും തോറും നമ്മുടെ ഓണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുമ്പം ഓണത്തിൻ്റെ ചാമ ഒന്ന് നമുക്ക് ഒരു പ്രശ്നമാണ്. കാരണം പണ്ട് കളിച്ച് നടന്നാൽ മതി, തുമ്പികളെ പോലെ
നടക്കാം, അതെ. യാതൊരു പ്രശ്നവുമില്ല, വീട്ടിലെല്ലാവരും നോക്കിക്കോളും. അങ്ങനെയാണ്. നമ്മൾ വലുതാവും തോറുമാണ് ഓണം നമ്മുടെ പുറത്ത് ഇത് വരും, റെസ്പോൺസിബിലിറ്റി വരിക, കുട്ടികൾ പിന്നെ എൻജോയ് ചെയ്യണം. പക്ഷേ കുട്ടികളെ കൊണ്ട് എൻജോയ് ചെയ്യിപ്പിക്കണം. അതാണ് ഓണത്തിൻ്റെ രസം അല്ലേ? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ വന്നത് ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്, റോഷിനി ഞാൻ വർക്കല. അപ്പോൾ രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഓണമാണ് അല്ലേ? ശരിക്കും പറയാം വർക്കല എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഗ്രാമപ്രദേശമാണ്. ഗ്രാമത്തിലെ ഓണം ഉഗ്രനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേസമയം സിറ്റിയിലെ ഓണം അതിൻ്റേതായിട്ടുള്ളൊരു കളറുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇപ്പം അമ്മയും അച്ഛനും ഞങ്ങളുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഏരിയ കുറച്ച് അന്ന് അയ്യോ നിങ്ങൾ വട്ടിയൂർക്കാവിലാണോ താമസിക്കുന്നത് പറഞ്ഞാൽ റിമോട്ടാണെന്നുള്ള ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ പശുക്കളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചാണകമുണ്ട്. അപ്പം അമ്മ നന്നായിട്ട് ചാണകമൊക്കെ മെഴുകി നല്ലൊരു അത്തപ്പൂ, ഞങ്ങൾ ആ ശരിക്കുള്ള ആ 10 തട്ടിട്ടിട്ടുള്ള ഇത്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അമ്മ നന്നായിട്ട് അമ്മ കഥകളി ഇതിൽ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പറഞ്ഞ പോലെ പൂക്കൾ, എല്ലാ പൂക്കളും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് വാങ്ങിക്കും അങ്ങനെ. അപ്പോൾ ആ പൂക്കളൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചാണ് നമ്മുടെ ഓണത്തിൻ്റെ ആ 10 ദിവസം അത്തം തൊട്ടുള്ള തിരുവോണം വരെയുള്ള ഇത്. തൃക്കാക്കരയപ്പനൊക്കെ നമുക്ക് അവിടെയാണല്ലോ, അതുകൊണ്ട് ഇവിടെ തൃക്കാക്കരയപ്പനൊന്നുമില്ല, എങ്കിലും ഓണം വളരെ നന്നായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഓണം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് നല്ല രീതിയിലുള്ള ഓണത്തിൻ്റെ ഓർമ്മകൾ ഉള്ളൊരു ബാല്യമാണ് എൻ്റെത്. ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും നമുക്ക് ഈ ഓണത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ എഴുന്നേക്കം ഒന്ന് മടിക്കും. പക്ഷേ ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ഉറങ്ങുമെന്ന് പോലും സംശയമാണ്. അങ്ങനെ നമ്മൾ നാളെ ഏത് പൂ കൊണ്ടുവന്ന് എത്ര ഭംഗിയായിട്ട് അത്തമിടാം. ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മളൊരു വട്ടി എടുത്തങ്ങ് ഒരു ബാച്ച് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പട്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ നല്ല രസകരമായ ഓർമ്മകളാണ്. പക്ഷെ നമുക്കതൊരു സുഖമുള്ള ഒരു കാര്യമാണ്. കാര്യം നമുക്ക് ഈ ഓണത്തിന്റെ 10 ദിവസം അത്ത ഇടുക എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് നമ്മളത് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ചാണകം പോയി കൊണ്ടുവന്ന് മെഴുകി, പിന്നെ മണ്ണില് തൃക്കാക്കരപ്പന ഉണ്ടാക്കി, പിന്നെ പറ്റുമെങ്കിൽ ഒരു ചെറിയ കുളം പോലെയൊക്കെ കുഴിച്ച് അതിനകത്ത് പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ 10 ഓരോ ദിവസവും ഓരോ തട്ട് പിടിച്ച് അങ്ങനെ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഓണം ആഘോഷിക്കുമ്പോഴും ആ പഴയ ഓർമ്മകള് വേദനിക്കുന്ന ഒരു ഓർമ്മയെന്ന് വേണമെങ്കിലും പറയാം. കാര്യം നമ്മൾ അത് ആസ്വദിച്ചുവെങ്കിലും ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലാത്ത. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പം പറ്റുന്നില്ല എന്നുള്ള ഓരോ കാലഘട്ടത്തിൻ്റെ ഓണമാണ്. പക്ഷെ ഒരു ഓണത്തിലും വേദനിപ്പിക്കുന്ന ഒന്നും വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അന്നത്തെ ഓണത്തിന്റെ മഹത്വം അന്ന്, ഇന്നത്തെ ഓണത്തിന്റെ മഹത്വം ഇന്നും ഉണ്ട് ഓണത്തിന്. കാരണം ഓണത്തിന്റെ സ്പിരിറ്റ് നമ്മൾ മറക്കരുത്. അതൊരു എന്താ ഒരു കേരളം എന്ന് പറയുമ്പോൾ ആ ഒന്നിച്ചു വരുന്ന ഒരു സന്ദർഭമാണത്. അന്ന് മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഇന്നാണ് ഈ മതമൊക്കെ വന്നിട്ട് ഒരു കൂട്ടിക്കുഴഞ്ഞൊരു സംഭവം ആക്കിയിരിക്കുന്നത്. അവര് ചെയ്യരുത് ഇവര് ചെയ്യരുത്, കേരളീയനാണ് ഓണം. പക്ഷെ ഹിന്ദുക്കള് ഈ കഥ പറയുന്നത് കൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യുമെങ്കിലും ഒത്തൊരുമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് റോഡിലുള്ള ഓണം തകർക്കും, ഓണപ്പാട്ടും ഓണത്തല്ലും. അതുപോലെ തന്നെ എത്ര സാംസ്കാരിക വേദികൾ എത്രയോ കാലം കൊണ്ട് കേരളത്തിൽ നടക്കുന്നതാണ്. ഞാൻ തന്നെ ഒരുപാട് സ്ഥലത്ത് പോയി കുറെ സോപ്പ് വെട്ടി അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് സമ്മാനം കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗമാണ്. ഞാൻ കഥാപ്രസംഗത്തിന്റെ എത്രയോ കാലം ജില്ല ഇതായിരുന്നു. 5 വർഷം ഞാൻ തുടർച്ചയായിട്ട് വിന്നറായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെ പറ്റി ചെറിയ പ്രായത്തിൽ നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ച ഒരു ബാല്യം, അതിൽ നമ്മൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ട. നമ്മുടെ ഈ കോളേജും സ്കൂൾ ലെവലിൽ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തിന്റെ എനിക്കറിയാം, ബാക്കിയുള്ളതിന്റെ അറിയില്ല. അന്ന് ഞങ്ങൾ പോവും, പ്രൈസ് കിട്ടും. പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു ഇൻവോൾവ്മെന്റ് കുട്ടിക്കാലത്തുണ്ട്. വീടല്ലാണ്ട് തന്നെ പുറത്തുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. പിന്നെ വേറൊന്ന് കാണുന്നത് ജംഗ്ഷൻ തോറും. അതാ ഞാൻ പറഞ്ഞ ഓണക്കളികളൊക്കെ സത്യം പറഞ്ഞ ഈ ഓണത്തിന് നമ്മളിപ്പോൾ ഈ ഇടയ്ക്കൊക്കെ കാണുമ്പോഴേ നമുക്കങ്ങ് പഴയ കാലത്തിലോട്ട് ഓടിപ്പോവാണ്. കാര്യം ഈ ഉറിയടി ഇത് കമുങ്ങിൽ കയറുന്നതാണെങ്കിലും തലയണയടി മത്സരം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഗ്രാമപ്രദേശങ്ങളാണ് കുറച്ച് അത് കുറേ ദിവസം നീണ്ടു നിൽക്കും. അപ്പൊ നമ്മളെപ്പോഴും ജംഗ്ഷനിലായിരിക്കും ഈ കളി. ഓണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ നമ്മൾ കേരളം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആയിട്ടും പിന്നെ നമ്മുടെ കേരളീയരില്ലാത്ത ഒരു രാജ്യമില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ കാണുന്നതാണ് മീഡിയയിൽ
ഓണം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇവിടത്തേക്കാളും ഓണമൊക്കെ ആഘോഷിക്കുന്നത് അതെ പുറനാടുകളിലാണ്. ആൾക്കാരാണ് ഗൾഫിലുള്ള മലയാളി അസോസിയേഷൻ, അമേരിക്കയിലുള്ള അസോസിയേഷൻസ് കാര്യം അവര് നാട് മിസ് ചെയ്തിരിക്കുമ്പോ അവർക്ക് ഈ ഓണം എന്ന് പറയുന്നത് അവരെ കൊണ്ട് അവർ നൊസ്റ്റാൾജിയാണ് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അതെ. അപ്പോൾ എല്ലാവരും അവർ കൂട്ടായ്മ ഇപ്പം ഫാമിലി ആയിട്ട് ഇതില്ലെങ്കിലും അവരൊരു ദിവസം ഫിക്സ് ചെയ്ത്, ഓണത്തിന് തന്നെ ആവണമെന്നില്ല, പക്ഷെ ഒരു ദിവസം ഫിക്സ് ചെയ്ത് പുറനാടുകളിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഈവൻ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ്സ് ആൾക്കാർ പോലും, ഞങ്ങൾ പുറത്തൊക്കെ ഇന്ത്യയിൽ തന്നെ വേറെ സ്റ്റേറ്റിലൊക്കെ ഇരിക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കും. എന്നിട്ട് ഓണത്തിന് എല്ലാം ഇവിടുത്തെ അതേ ട്രഡീഷണൽ രീതിയിൽ അവരത് ഫോളോ ചെയ്ത് എങ്ങനെ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഒത്തുചേർന്ന് തിരുവാതിര കളിക്കേണ്ട തിരുവാതിര എന്നാണെങ്കിലും ഓണത്തിന് ആണുങ്ങളും തിരുവാതിര കളിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷം. അത് രസമാണ് കേട്ടോ കാണാനായിട്ട്. ആണുങ്ങളൊക്കെ ഇൻവോൾവ്ഡ് ആവും. പിന്നെ സദ്യക്കൂട്ട ഒരുക്കുന്നതിന് അത് ഒരു നല്ലൊരിതാണ്. അതിപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി തൊട്ട് വറുത്തെടുത്ത് അങ്ങനെയൊക്കെ അല്ലേ അവിടെ. ഇവിടെ നമ്മുടെ വീട്ടിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അമ്മയുള്ള കാലത്ത്. പിന്നെ വേറെ ഇന്നിപ്പോ റെഡിമെയ്ഡ് ആണ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്നത്തെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അമ്മമാരോട് കണക്റ്റഡ് ആണ്. ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ ചെന്ന് നമ്മളെ കൊണ്ട് ഇന്ന് കിട്ടുന്ന സമയം പിള്ളേർ ആ കുട്ടികളൊക്കെ പോയിട്ട് ആ മൊബൈൽ നോക്കിയിരിക്കും. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ എല്ലാം വലിയവരായാലും ചെറിയവരായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഓണത്തിന്റെ സമയത്തെങ്കിലും അത്യാവശ്യം കോൾസ് ഒക്കെ എടുക്കണം, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാൽ പോലും ആ കുഞ്ഞുങ്ങളെ എല്ലാത്തിലും ഒന്ന് ഇൻവോൾവ് കണക്ടിവിറ്റി വേണം. അത് ഫാമിലി കണക്ടിവിറ്റി വേണം, ബന്ധുക്കളുമായിട്ടുള്ള കണക്ടിവിറ്റി വേണം. നമുക്കിന്ന് അത്യാവശ്യം അതാണ്. കാരണം നമ്മളിപ്പോൾ കാണുന്നത് സോഷ്യൽ ഒരു ലെവലിൽ നോക്കുമ്പം പലരും ഐലൻഡുകളാണ്, ദ്വീപുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ദുഃഖമായി, അവരുടെ എന്തുണ്ടെങ്കിലും അവരൊരു മാതിരി ഒതുങ്ങിക്കൂടുന്ന ഒരു കാര്യം. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഷെയറിങ് ആൻഡ് കെയറിങ് ആണ് ഈ ഓണത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോൾ പറഞ്ഞ ഓഗസ്റ്റിലാണ് ഓണം വരുന്നത്. ഇപ്പോൾ സെപ്റ്റംബറിലാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ദുരിതം, വെള്ളപ്പൊക്ക ദുരിതവും അതൊക്കെ അല്ലേ, വല്ലാത്തൊരു. അത് കഴിഞ്ഞ് കോവിഡിലൊക്കെ ശ്വാസം മുട്ടിട്ടുണ്ട്. അയ്യോ ഈശ്വര, എങ്ങനെ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളത് ആരും വരില്ല, ആരും വരുത്താനും പറ്റില്ല. പിന്നെ ഈ വാട്സാപ്പിലാണ് മക്കളെയൊക്കെ നമ്മൾ ഓണം ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു കൂട്ടായ്മയുടെ ഫീൽ അന്ന് ഒരുപാട് കുറഞ്ഞിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ അതിന്റെ സ്പിരിറ്റ് ഒന്ന് പെപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കുറേ സാംസ്കാരിക നായകന്മാരായാലും പൊളിറ്റീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും അവർ പോയി പെപ്പപ്പ് ചെയ്യാനായിട്ട് അതെന്താ അറിയാമോ, അതിന്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു, നമ്മൾ ഈ സിനിമയിലൊക്കെ പറയില്ല അന്തർധാര. ഈ അന്തർധാര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഓണത്തിന്റെ സ്പിരിറ്റാണ് അതിന്റെ. എല്ലാവർക്കും, അതായത് ഇങ്ങറ്റം ഒരു എന്താ പറയാ, ഒരു കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ മുതൽ ഇങ്ങറ്റം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് വരെയും ഈ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും സമമായിട്ടാണ് ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അത് നമുക്ക് ഒഴിവാക്കാൻ, ജീവിതത്തിലെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു. പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നത് നമ്മുടെ ഓണക്കോടി. അതെ, അല്ലേ? നമ്മൾ എത്രയൊക്കെ വാങ്ങിച്ചാലും ഓണത്തിനൊരു ഓണക്കോടി ഇട്ട് നടക്കുന്ന ഒരു സന്തോഷം. ഞങ്ങളുടേത് ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഈ ഓണക്കോടി അല്ലെങ്കിൽ ഡ്രസ്സുകൾ വാങ്ങാൻ വളരെ കുറവായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ഒരു ചെറിയ പ്രായം എന്നൊക്കെ പറയുന്നത്. അന്ന് ഞാനൊക്കെ ഈ ഒരു ഓണത്തിന്റെ ഒരു ഓണക്കോടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു മഹത്വം വളരെ വലുതാണ്. ഇപ്പോഴും ഇന്ന് ഈ അബണ്ടൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം അത്ര വലിയ പ്രയാസമില്ല. ഏത് റേഞ്ചിലുള്ള തുണികളും കിട്ടും. അതെ അതെ. അപ്പോൾ എന്ത് പറ്റുന്ന ഈ കുട്ടികൾക്ക് അബണ്ടൻസ് കാരണം ഇതിനൊരു പുതുമയില്ല. ഞങ്ങൾക്ക് അതിനൊന്ന് കൺട്രോൾ ചെയ്യണം. ആക്ച്വലി പേരൻസ് വേണം കൺട്രോൾ ചെയ്യാൻ. അത് പക്ഷേ പിന്നെ ഡ്രസ്സ് വാങ്ങുന്നത് ഒരു 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വാങ്ങുന്നവരുണ്ട്, 1 പ്രാവശ്യം വാങ്ങുന്നവരുണ്ട്. അങ്ങനെയല്ല, വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ആ ഒരു ഡ്രസ്സിന്. അതെ. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊണ്ട് ഞാൻ പറയാം, കാരണം നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്വസ്തി ഫൗണ്ടേഷനുമായിട്ട് ഞാൻ അതിൻ്റെ ട്രസ്റ്റിയാണ്, ഞാൻ വൺ ഓഫ് ദ ട്രസ്റ്റീസ്. അപ്പം ഞങ്ങൾക്ക് ഈ ക്യാമ്പുകളിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. ക്യാമ്പിൽ തന്നെ 1-2 ക്യാമ്പിൽ നമ്മൾ പോയി. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓണം ടൈമിലല്ലെങ്കിലും കുറേ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഭക്ഷണം ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അന്ന് നമ്മൾ കാണുന്നത് എന്താ പറയുമോ, ആ ശരിക്കും അവരുടെ കണ്ണിലുള്ള നമ്മളെ കാണുമ്പോൾ ഒരു പ്രകാശം. കാരണം എല്ലാം സർവ്വവും നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു വെളിച്ചം പോലെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലെ ആയിട്ടെങ്കിലും നമ്മളവിടെ എത്തുന്നത്. അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ആ ആർട്ടിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കണം അവരുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുക, ഒരു
ജീവിക്കണം, അല്ലെങ്കിൽ അയ്യോ ഇനി ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്ന്. പിന്നെ അത് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരെല്ലാവരും ഒത്തുചേർന്നിട്ടാണ് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തതും അവർ ശരിയായതും. ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു ദുരിതം ഒരിക്കലും ഉണ്ടാവരുത് ആർക്കും. കേരളം മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. എന്നാലും എന്താ പറയുക, പ്രകൃതിയുടെ ഇത് ഉണ്ടാവും എങ്കിലും ഈശ്വര അതൊന്നും ഉണ്ടാവരുതെന്ന് നമുക്ക് നല്ലൊരു പ്രാർത്ഥന നമുക്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇപ്പോഴും വരുന്ന ഓണത്തിന് മിക്കവാറും നമുക്ക് ഈ തിരുവനന്തപുരത്ത് ഓണാഘോഷ പരിപാടികളൊക്കെ നമ്മൾ ഈ കാത്തിരിക്കുന്നതാണ്. കുറെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം പലരും പറയും എന്തിനാണ് ഓണാഘോഷം. ഓണാഘോഷം വേണം, കാരണം അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. ഒരുപാട് പേര് അസോസിയേറ്റഡ് ആണ് അതിൽ. ഒരു ഫ്ലോട്ട് വരുന്നു, ആ ഫ്ലോട്ട് റെഡി ആവണമെങ്കിൽ എത്ര ആൾക്കാരുടെ പ്രയത്നം വേണം. അപ്പൊ അവർക്കൊക്കെ ഇത് കിട്ടുകയാണ്. ഇപ്പൊ ഒരു സ്ഥാപനം ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ബെനിഫിറ്റ് ചെയ്യുന്ന താഴെയുള്ള ആൾക്കാർ തൊട്ട് ഒരുവിധം നല്ല അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാവരും ബെനിഫിറ്റഡ് ആവുകയാണ്. ഇപ്പോൾ സദ്യ ഒരുക്കുന്നു, എന്തിനും ഇത്രയും കല്യാണത്തിന് ആഘോഷം എന്ന് ചോദിക്കും. പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. അപ്പോൾ ദൂർത്തടിച്ച് കളയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഉള്ളത് നല്ല കണ്ടെയ്ൻ ചെയ്ത് എല്ലാവരിലും എത്തുന്നു. അവരും പൈസ കിട്ടിയാലല്ലേ അവന്റെ വീട്ടിൽ ഓണം ഉണ്ടാവുള്ളൂ, അല്ലേ? എല്ലാവരുടെ വീട്ടിലും ഓണം എത്തണമെങ്കിൽ അതുപോലൊരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നില്ലേ ഈ വഴിയോര കച്ചവടക്കാർക്കൊക്കെ ഈ ഒരു കുറച്ച് ദിവസത്തെ കച്ചവടത്തിലാണ് അവരുടെ കുറെ നാളത്തെ ജീവിതം. അപ്പൊ ഓണം വരണമെങ്കിൽ ആ എല്ലാ ഏരിയയിലും അത് സ്പ്രെഡ് ചെയ്ത് വരണം. അതിനൊരു മനോഹാരിതയുണ്ട്. തീർച്ചയായും എല്ലാ ഫെസ്റ്റിവലിനും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള. ഇപ്പൊ ക്രിസ്മസ് ആയാലും ഓണം ആയാലും വിഷു ആയാലും അല്ലെങ്കിൽ റംസാൻ ആയാലും ഏതൊരു ഇതിനും അതിൻ്റെതായിട്ടുള്ള ട്രഡീഷൻ നമ്മൾ പകർത്തണം. തീർച്ചയായിട്ടും അതിൻ്റെ ആക്ച്വൽ സ്പിരിറ്റ് അതിനെല്ലാത്തിനും എനിക്ക് തോന്നുന്നത് ഒന്നാണ് ഒത്തൊരുമ. ആ ഒത്തൊരുമ എന്ന് പറഞ്ഞൊരു സാധനം, അത് ആ ഒരു കാര്യം സീരിയസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം, അല്ലേ? ഈ ഉത്രാടപ്പാച്ചിൽ, അതെ, പണ്ടായിരുന്നു ഉത്രാടപ്പാച്ചിൽ. ഇപ്പം പാച്ചിൽ എന്നും ഉണ്ട്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരുക്കങ്ങളുടെയാണ്. അതെ, നമ്മളത് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഉത്രാടപ്പാച്ചിലാണ് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പണ്ടുള്ള ആൾക്കാർക്ക്. കാര്യം അയ്യോ നാളെ ഓണമാണ്, പിന്നെ അതുപോലെ ഉത്രാടത്തിന്റെ അന്ന് വിളക്ക് എത്തിക്കുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ വീടുകളിലും. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉത്രാടത്തിന്റെ അന്ന് വൈകിട്ട് വിളക്ക് കത്തിച്ചാല് പിറ്റേ ദിവസം തിരുവോണത്തിന് സദ്യ കഴിഞ്ഞിട്ടേ നമ്മളത് അണയ്ക്കാറുള്ളൂ. അങ്ങനെയാണ് ഞങ്ങള്. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എൻ്റെ അമ്മ എഴുന്നേറ്റ് പോയി നോക്കും വിളക്ക് അണയാൻ പാടില്ല. അതായത് നമ്മള് വരവേൽക്കാണ്. അപ്പം നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിച്ച് നമ്മൾ കാത്തിരിക്കുവാണ് അത്രയും സന്തോഷത്തോടെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടായി നമ്മൾ ആ വിളക്ക് അണയ്ക്കാറുള്ളൂ. അങ്ങനെ ഒരു കാര്യം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിലുള്ള ഓരോ ഗ്രാമത്തിലും, നമ്മുടെ കേരളം ഇത്ര ഒരു കൊച്ചു കേരളമാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാറശാല തൊട്ട് കാസർഗോഡ് വരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും വ്യത്യാസമാണ്. അറിയാമോ? പല കൊച്ചു വ്യത്യാസം ഭക്ഷണ കാര്യങ്ങളിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? ഇവിടുത്തേതല്ല അവിടെയൊക്കെ. ഞാനൊരു മിക്സാണ് ശരിക്കും. എൻ്റെ അമ്മ മലപ്പുറത്താണ്, അച്ഛനാണ് ഇവിടെ. അപ്പോൾ അമ്മയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില കുറെ കാര്യങ്ങൾ ഇലയുടെ പുറത്ത് കാണും, ട്രിവാൻഡ്രവും കാണും. ഒരു മിക്സാണ്. ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കും വീട്ടിൽ തന്നെ. എല്ലാം അച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം, നെയ്യപ്പം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. ചിലപ്പം നമ്മൾ വീട്ടില് ആളിനെ വരുത്തി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ ചുറ്റും ചെന്ന് നിന്ന് അപ്പൊ അത് ഒരു ഓണത്തിന് ഒരു 3-4 ദിവസം മുമ്പേ കുറച്ച് ദിവസം മുമ്പേ ചെയ്യുന്നതാണ്. അപ്പോഴേ നമുക്ക് ഓണം വന്ന് തുടങ്ങി. ഇതൊക്കെ ഇങ്ങനെ അടച്ചടച്ച് ഡബ്ബുകളിലൊക്കെ വെച്ചേക്കും. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കുക തലേദിവസം രാത്രി, ഇത് മാങ്ങാക്കറി, നാരങ്ങക്കറി, ഇതൊക്കെ തലേദിവസം രാത്രി ഉണ്ടാക്കുന്ന. അപ്പൊ നമ്മൾ ഊഞ്ഞാല് ആടിക്കൊണ്ടിരിക്കായിരിക്കും. കുട്ടികളൊക്കെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണ്, അല്ലെ, വേറൊരു ലെവലിലാണ്. അപ്പൊ ഇതിന്റെ മണം ഇങ്ങനെ അടിക്കും, നല്ല നിലാവ് കാണും, മാവില് ഊഞ്ഞാല് കെട്ടിയിട്ടിരിക്കായിരിക്കും. അപ്പൊ രാത്രി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ മണം ഇങ്ങനെ അടിക്കണം. അപ്പൊ നാളെ സദ്യ കഴിക്കാലോ. കാര്യം അന്നൊക്കെ സദ്യ കഴിക്കുന്നത് ഓണത്തിന് മാത്രമാണ്. ഓണം, വിഷു, ഇപ്പൊ നമ്മള് എപ്പോഴും സദ്യ കഴിക്കുന്നുണ്ട്. ആ ഓണസദ്യയുടെ ഒരു ഇത് എന്താ ഒരു അവൈലബിലിറ്റി കൂടി, ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ലാതായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ കേറ്ററേഴ്സ്, നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, കഴിയുന്നതും നമ്മുടെ തന്നെ വീട്ടിലെ ബാക്കിയെല്ലാ ദിവസങ്ങളും നമുക്ക് പുറത്തു പോയി കഴിക്കാൻ. ഓണത്തിനെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഓണസദ്യ ഒരുക്കി. സത്യം പറഞ്ഞാൽ എത്ര സമയമില്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് കുട്ടികൾ കാണണ്ടേ, കുട്ടികൾക്ക് അത് കണ്ടാൽ അവരതൊക്കെ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ട്രഡീഷൻ എന്താണെന്നുള്ളത്. നമുക്ക് ഈ ഉത്സവങ്ങൾ മെയിൻലി എന്തിനാണ്?
നമ്മുടെ ഈ ട്രഡീഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അടുത്ത ജനറേഷൻ അത് മനസ്സിലാക്കണം. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭാരതം എന്നുള്ള രാജ്യത്തിലുള്ള ട്രഡീഷൻ അപാരമാണ്, അനന്തമാണ്. വേറൊരു ഉണ്ടാവുമായിരിക്കും, നമുക്ക് അങ്ങനെ നമുക്ക് ഇതായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓരോ കൺട്രിയാണ്, ഓരോ രാജ്യം, ഈ ഓരോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ആ ഓരോ ട്രഡീഷൻസും ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ, നമ്മുടെ സംസ്കാരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല, ഭാവിയില്ല. ഭാവിയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വേണ്ടേ? ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് അത് നമ്മുടെ ഓർമ്മകളായിട്ട് നിൽക്കുന്ന, നമ്മുടെ ബാല്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറയാനുള്ള അവസരം വേണം. അതെ, ഇനി ഇത് പറയുന്നത് എല്ലാവരും ഇൻവോൾവ് ആവണം. സകലവരും ഏത് ഉത്സവമായാലും എല്ലാവരും ഇൻവോൾവ് ആയിട്ട് വളരെ നല്ലൊരു കുറച്ച് കാലത്തേക്കെങ്കിലും എല്ലാ ഡിഫറൻസസും മാറ്റിവെച്ച്, എല്ലാ തരത്തിലുള്ള ഡിഫറൻസസും മാറ്റിവെച്ച്, വേണ്ട ജാതിയും വേണ്ട മതവും വേണ്ട, എന്താ പറയുക, ജെൻഡറും എല്ലാം മാറ്റിവെച്ച് എൻജോയ് ചെയ്യാൻ പഠിക്കണം. തീർച്ചയായിട്ടും. അപ്പോഴെങ്കിലും എൻജോയ്. ജീവിതത്തിലെ മനുഷ്യന് ആവശ്യം എന്താണ്? ഹാപ്പിനെസ്, നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എല്ലാ ഉത്സവങ്ങളും, അല്ലേ? ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും എത്താൻ പറ്റുന്ന കഴിയില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പം മക്കളൊക്കെ പുറത്തായിരിക്കും, അവർക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ആ സമയത്ത് ഈ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർ അവരുടേതായ രീതിയിൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഒറ്റപ്പെട്ടു പോയി എന്നുള്ള വിചാരം വീട്ടിലിരിക്കുന്നവർ വിചാരിക്കരുത്. ഇനി ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടാക്കി, വാട്സപ്പ് എന്ന് പറഞ്ഞൊരു മഹാനുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, അതുവഴി കാണിച്ച് ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യുക. നമ്മൾ ആ ഊണ് കഴിക്കുമ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ അങ്ങ് ഓൺ ചെയ്ത് വെച്ച് ഒരു കോൺ കോൾ പോലെ എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ടെക്നോളജി അത്രയൊക്കെ വളർന്നില്ലേ? അപ്പം ഒരിക്കലും ദുഃഖിക്കരുത്. അയ്യോ മക്കളൊക്കെ അവിടെ ആയിപ്പോയി. ഞാൻ എൻ്റെ കാര്യമൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഒരു മകനൊക്കെ വരുന്നുണ്ട്, ചിലർക്ക് വരാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഒരിക്കലും ആ ഒരു വിഷമം വിചാരിക്കരുത്. കാരണം മക്കൾ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല അവർ വരാത്തത്, അവർക്ക് പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം തീർച്ചയായിട്ടും. എല്ലാം പണ്ടത്തെ ഓണം ഭയങ്കര മഹത്വരായിരുന്നു, അല്ല ഇപ്പോഴത്തെ ഓണം കുട്ടികൾക്ക് അറിയില്ല. നമ്മളാണ് ഈ രണ്ടും കണ്ടിട്ടുള്ളത്. സത്യം. ഞാൻ കുറെ കൂടെ കണ്ടിട്ടുണ്ട്, റോഷനി കുറച്ചും കൂടെ കൊച്ചല്ലേ, കുട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള, അപ്പം പണ്ടത്തതെല്ലാം വളരെ കേമമായിരുന്നു എന്നല്ല, പണ്ടത്തെ രീതി. ഇന്നത്തെ എൻജോയ്മെന്റ് വേറെ രീതി. ഇന്ന് അടിച്ചു പൊളിച്ച് അങ്ങനെ ചെയ്യുന്ന അതും ഒരു രസമാണ്, അത് ചെയ്യണം. അതെ, ഓണത്തിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അത് മുഴുവനും അയൽവക്കത്തുള്ള ചെറിയൊരു അസൂയൊക്കെ ഉണ്ടാക്കിപ്പിച്ച്, അല്ലേ, അതിലൊരു സുഖം. അതൊക്കെ ഒരു ഭയങ്കര, അതൊക്കെ ഒരു എന്താ പറയാ, അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ നമ്മള് ഇപ്പൊ ചിരി വരാനാണ് വലിയൊരു വാക്ക് നൊസ്റ്റാൾജിയാന്ന് പറഞ്ഞ്. അങ്ങനെ ആ രീതിയിലുള്ള കുട്ടിക്കാലത്തുള്ള ആ ഒരു എന്താ പറയാ, കുട്ടിക്കാലം എന്ന് പറയാം നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു നല്ലൊരു കാലം. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു, ആ സമയത്താണ് പൊട്ട് വള അത് കൊണ്ടുവരും, നാട്ടിൽ കൊണ്ടുവരും. ഇങ്ങനെ ഈ ചിലവര് പെട്ടിയിൽ ഇങ്ങനെ ഓണത്തിനിടാനുള്ള സ്പെഷ്യൽ പല പല പേരുകൾ പറഞ്ഞിട്ടുള്ള വളകൾ, ഒരു സിനിമാ പേരായിരിക്കും. അപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ കൊണ്ടുവരുമായിരുന്നു പെട്ടിയില് വള. അത് എത്ര കടയിൽ പോയാലും ഈ ഇദ്ദേഹം വരുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ വളാന്ന് വിളിച്ചുകൊണ്ട് വരും. അത് അവിടെ ഇറക്കി വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളയൊക്കെ വാങ്ങിച്ചു തരും അച്ഛൻ. എല്ലാവരും വരും, സെവൻസും എല്ലാവരും നിന്നിട്ട് എല്ലാവരും കൂടെ വളയിട്ട അതൊരു ആഘോഷമാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തായിരിക്കും അല്ലേ, വള, മാല, കമ്മല്, പിന്നെ ഈ ഡ്രസ്സ്, ഇതൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കും. കണ്ട പലഹാരമൊക്കെ അടുത്തുനിന്നെല്ലാം പായസം വാങ്ങി കുടിക്കും. അതെ, പായസം ഒരു വലിയ മസ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. അതെ, ഇവിടെ 2-3 പായസം പറയുമ്പോൾ കല്യാണത്തിനും ഒക്കെ ഇപ്പം എല്ലാം. ഇപ്പൊ എന്താ 2 ദിവസം കൂടെ സദ്യ കഴിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു, നമുക്ക് ഈ കാത്തിരുന്ന് സദ്യ കഴിക്കുന്നതിന്റെ ഒരു സുഖവും, എപ്പോഴും കഴിച്ച് പിന്നെ പെട്ടെന്ന് നമ്മള് സദ്യ കഴിക്കുമ്പം ആ ഒരു ഇത്. പക്ഷെ ചിങ്ങമാസത്തിലല്ലേ കല്യാണങ്ങൾ കൂടുതൽ, കർക്കിടകത്തിനൊന്നും അധികം ഇല്ലല്ലോ. അപ്പൊ ചിങ്ങത്തിലാണ് കല്യാണം. ആ കല്യാണ സമയം ആകുമ്പോഴത്തെ സദ്യ കഴിച്ചേ പറ്റൂ. എന്നാലും വീട്ടിലുണ്ടാക്കുന്ന സദ്യക്ക് വേറൊരു രുചിയാണ്, കമേഴ്ഷ്യൽ രുചിയല്ല. അതിനൊരു അമ്മയുടെ ടച്ച്, വീട്ടിൽ നിൽക്കുന്ന എല്ലാവരുടെയും കൂടെ ഒരു കൈപ്പുണ്യം, ഇതൊക്കെ കൂടെ ചേർന്നിട്ട് വരുമ്പോൾ ആ സദ്യയും ഈ സദ്യ പിന്നെ അത്രയും വിപുലമായിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. വളരെ ഇപ്പൊ ഒക്കെ അങ്ങനെയല്ലേ, 3 പായസം 4 പായസം, നമ്മൾ ഏറിപ്പോയ 1-2 പായസം ഉണ്ടാക്കും അങ്ങനെ. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു കളർ വേറെയാണ്, അതൊരു വേറെ ലെവലാണ്. എത്ര നമ്മൾ സദ്യ കഴിച്ചാലും, പുറത്തുള്ള സദ്യ കഴിച്ചാലും, ഓണത്തിന്റെ സ്പിരിറ്റും ആ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് എന്തായാലും എന്തെങ്കിലും ആ ഇലയുടെ പുറത്ത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതൊരു നല്ല സന്തോഷമാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടുന്ന ഒരു സമയം കൂടെ ആകുമ്പോൾ അതൊരു ബഹളവും ഒരു സന്തോഷവും ഒത്തുചേരലാണല്ലോ ഓണം എന്ന് പറയുന്നത്. റോഷനി, ഞാനിപ്പം മലപ്പുറത്ത് നിന്നാണ് എൻ്റെ അമ്മയുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്.
റോഷ്നി ഇടവയാണെങ്കിൽ അതെ, തിരുവനന്തപുരം ജില്ല തന്നെയാണ്. തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മറന്നൊരു കളി ഇല്ല. ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഓണം ആഘോഷിക്കുന്നത് കണ്ട് ഞാനിങ്ങനെ ഞെട്ടി നിന്നിട്ടുണ്ട്. കാര്യം ഞാനൊന്നും ഇത്രയും ഒന്നും ആഘോഷത്തിലോട്ട് വന്നിട്ടില്ല. കാര്യം നമ്മൾ ചെറിയ ഗ്രാമത്തിലാണെങ്കിലും ഇവർ ആഘോഷിക്കുന്ന പോലെ ഇതെന്നല്ല, എല്ലാ ആഘോഷങ്ങളും ഏറ്റെടുത്ത് ഭയങ്കരമായിട്ട് എന്താണ് കാര്യം എന്ന് പറയാമോ? ഇവിടെ ആരാ കിടക്കുന്നത്? പത്മനാഭനാണ്. പത്മനാഭസ്വാമിയുടെ ആ ഫുൾ എന്താ പറയാ പ്രൗഢിയോടെയാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാർ ഇത് പറയുന്നത്. അനന്തപുരം എന്ന് പറയുമ്പോൾ പത്മനാഭൻ അതിൽ പള്ളി കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ കലാമിറ്റീസ് ഇല്ല. ശരിക്കും പലരും പറയുന്നത് പത്മനാഭൻ ഇവിടെ പള്ളി കൊള്ളുന്നത് കൊണ്ടാണ് വലിയ കലാമിറ്റീസ് ഒന്നും തിരുവനന്തപുരത്ത് ഏക്കാത്തതെന്ന് പറയും. അത് ഉണ്ട്. പിന്നെ മാത്രമല്ല പത്മനാഭദാസനായിട്ടാണ് ഇവിടുത്തെ പാലസ് കൊട്ടാരത്തിലുള്ളവര് പത്മനാഭദാസനായിട്ടാണല്ലോ മാർത്താണ്ഡവർമ്മ അദ്ദേഹം വാള് അവിടെ സമർപ്പിച്ച്. പിന്നെ അവരൊക്കെ പത്മനാഭദാസരാണ്. എന്നാലും ഇന്നും ഇത്രയും ഇതുള്ള ഈ കാലത്ത് ഒരു ആചാരമുണ്ട്, അറിയാമോ? എവിടെ ഇത് ഈ ഓണ സമയത്ത് അവർ ഓണക്കാഴ്ച, പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഓണക്കാഴ്ച കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇത് അതുപോലെയൊന്നുമല്ല. ആദിവാസികൾ ഓണക്കാഴ്ച കൊണ്ടുവരുന്നൊരു സീൻ, അതൊരു ഭയങ്കര സീനാണ് കേട്ടോ. ഒരിക്കൽ നമ്മൾ കൊട്ടാരത്തിൽ പോയ സമയത്ത് കാണിച്ചു തന്നു അതിൻ്റെ വീഡിയോ. അതായത് ആ വാതിലിൻ്റെ അവിടെ നിന്ന് തന്നെ, അതായത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇവരിങ്ങനെ പാട്ടും പാടി പല കാര്യങ്ങളും ഇത്രയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അറിയാം. അവരൊക്കെ ഊരിലുണ്ടായ സാധനങ്ങൾ അതിങ്ങനെ കൊണ്ടുവന്ന് അവിടെ കാഴ്ച വെക്കുമ്പോൾ ഇവർ ഓണത്തിൻ്റെ ഇത് കൊടുക്കും. എന്താ പറയുക, ഓണക്കോടി പോലെ ഓണസമ്മാനമൊക്കെ തിരിച്ചു കൊടുത്ത്. അത് ഇന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷൻ കീപ്പപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഒരു എന്ത് പറയണം, പൊന്നു തമ്പുരാൻ്റെ ആ ഒരു ട്രഡീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്നും പ്രിൻസസ് രണ്ടുപേരും അതുപോലെ കൊട്ടാരത്തിലുള്ള എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് ആ ട്രഡീഷൻ കൊണ്ടുപോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ അവർ പല ഇതിലും പറഞ്ഞിട്ടുമുണ്ട് എങ്ങനെയാണ് ആ ട്രഡീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ ആ കാണേണ്ട ഒരു ഇതാണ്, കാഴ്ചയാണത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സമയത്ത് ഓണാഘോഷം, ഫ്ലോട്ട്, ഇത് കഴിയുമ്പോഴത്തേക്കും ഫ്ലോട്ട്, ഇതൊക്കെ വേറൊരു സ്ഥലത്തും ഇല്ല. ഇല്ല സത്യമാണത് അല്ലേ? ഞാനും ഇവിടെ വന്നതിന് ശേഷം ഈ സിറ്റിയിൽ നമ്മൾ താമസമായതിനു ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ കണ്ടാകെ ഇങ്ങനെ ഇത്രയും അങ്ങ് ഗംഭീരമായിട്ട് അങ്ങ് ആഘോഷിക്കുന്നത് ഈ ഒരു പ്രദേശത്തുള്ള തിരുവനന്തപുരം. പിന്നെ നോക്കിയിട്ട് വേറെ നോക്കണം, എല്ലാ കടകളിലും, അതായത് തുണിക്കടകളിൽ കണ്ടാൽ തോന്നുന്നു ഇത്രയും കാലം ഒരു വസ്ത്രമൊന്നും വാങ്ങിക്കാതെ നടക്കുകയായിരുന്നു. എല്ലാവരും ഹൗസ്ഫുൾ എന്ന് പറയാം. വഴിയോര കച്ചവടക്കാർക്ക് പോലും രക്ഷയില്ല. അങ്ങനെയാണ് ഓണം. ഇവിടുത്തെ ഓണം, തിരുവനന്തപുരത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള ജില്ലക്കാർ ഇത് കേൾക്കുമ്പോൾ എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അല്ലേ, തിരുവനന്തപുരം വന്ന് നോക്കണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് ഉത്രാട നാളുകളിലുള്ള ആ ഒരു ചാലയ്ക്കകത്തുള്ളതും അതുപോലെ ഈ സ്പോട്ടിലൊക്കെ ഉള്ള ആ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കാൻ. എനിക്ക് തോന്നുന്നു വീട്ടിൽ ആരും ഇരിക്കില്ല എന്ന് തോന്നുന്നു. ആ സമയത്ത് എല്ലാവരും പുറത്തിറങ്ങി സന്തോഷിക്കുന്ന ഒരു കാലമാണ് അത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് വേണ്ടത്. കാരണം ഒരുപാട് പേര് ഗുണം വരുന്ന കാര്യമാണ് തിരുവനന്തപുരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് കാര്യം. പിന്നെ ഉണ്ട് തൃശ്ശൂർ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ പുലികളി ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ വരുന്നത്. പിന്നെ വള്ളംകളി, ട്രഡീഷണൽ ആയിട്ടുള്ള വള്ളംകളി, ഇതൊന്നും നമ്മൾ മറക്കാൻ ഈ കാലത്തിനോടൊപ്പം പോണ കാര്യങ്ങളാണ് ഇതെല്ലാം. വള്ളംകളി എന്തോ ഒരു സ്പിരിറ്റാണ്. നമ്മളിവിടെ ഇപ്പോൾ TV ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിലൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു കാലവും നല്ലൊരു സമയവും എല്ലാ ജില്ലക്കാർക്കും അതിൻ്റെതായിട്ടുള്ള കാണും. തീർച്ചയായും തിരുവനന്തപുരത്തുകാരെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അഹങ്കാരമാണ് ഇപ്പോൾ ഞങ്ങളൊന്ന് ഷെയർ ചെയ്തത്. അതൊന്ന് ക്ഷമിക്കുക. അതെ, സ്വന്തം ആൾക്കാരെന്നുള്ള നിലവിലുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ചുറ്റും ഇപ്പം നമുക്ക് ഈ പറയുന്ന അബണ്ടൻസ് ഉണ്ട്, പക്ഷേ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ കേരള നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഊരുകളിൽ ജീവിക്കുന്നവർ, മലപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ, നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ള പല ട്രൈബ് ആൾക്കാർ ജീവിക്കുന്നവരുണ്ട്. ഇവരിലൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അല്ലേ? ഗവൺമെൻറ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എനിക്ക് തോന്നുന്ന സംഘടന ഒരുപാട് ഇതുണ്ടല്ലോ, അവരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും ഇവർ ഓണമാണെന്ന് പോലും അറിയുന്നത്. കാര്യം അവർക്ക് അറിയില്ല. അവർക്ക് TV ഇല്ല, എന്താ പറയാ, കറണ്ട് പോലും ഇപ്പോഴും ഇല്ലാത്ത വെള്ളമില്ല, ഊരുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇല്ലാതിരിക്കുന്നത് നന്നായി. കാര്യം ഇതൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും. കാര്യം പുറത്തൊരു ലോകമുണ്ട്, അതിനെ കുറിച്ച് അവർക്ക് യാതൊരു അറിവ്, ദുഃഖം എന്താ പറയുക, തമസിൽ ഇരുന്നാൽ മതി എന്നുള്ളതല്ല ഞാൻ പറയുന്ന, ആ രീതിയിലല്ല.
പക്ഷെ എന്നാലും പക്ഷെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ട്. എല്ലാവർക്കും ഈ ഗവൺമെന്റിന്റെ പുറത്തോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ പുറത്തോ വെച്ചതുകൊണ്ട് മാത്രം ഒരു രാജ്യം ശരിയാവില്ല, അതിലുള്ള ആൾക്കാർ നന്നായിട്ട് സന്തോഷിക്കില്ല. എൻ്റെ ഒരു നമുക്കൊരു തോട്ട് ഇപ്പം ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ വരുന്നതാണ്. അതായത് എന്തുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫാമിലി തന്നെ ഒന്ന് ഇറങ്ങി ഒന്ന് ചുറ്റും ഒന്ന് നോക്കി, ഓണത്തിന് മുൻപേ തന്നെ ഒന്ന് ചുറ്റും നോക്കി, ഇതിൽ തന്നെ അഭിമാനം കൊണ്ട് പറയാത്തവർ കുറേ പേര്. അപ്പോൾ നമുക്കൊരു ഈശ്വരൻ തന്ന വരദാനമാണെന്ന് വിചാരിച്ച് എന്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫാമിലിയെ ഒന്ന് ഏറ്റെടുത്ത് അവരുടെ ഓണം ഒന്ന് മഹത്തരമാക്കി കൊടുത്താൽ, അതായത് പലതും കൊണ്ടു കൊടുക്കാമല്ലോ. ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, ആ വീട്ടിലുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാം. ഇതൊക്കെ ഓണം എന്ന് പറഞ്ഞ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. അല്ലേ? ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഒരു ഫാമിലി ഏറ്റെടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രണ്ടുപേരുടെയും ഇപ്പം ഇതിനകത്ത് നമ്മുടെ മാത്രമല്ല, ഈ ടീമിന്റെ കംപ്ലീറ്റ് ഒരു തോട്ട് പ്രോസസ്സാണ്. അതായത് എന്തുകൊണ്ട് നമുക്കിത് നല്ല ഇത് ഏറ്റെടുത്തിട്ട് ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് നല്ലൊരു ലെവലിൽ അടുത്ത ഓണം ആകുമ്പോഴത്തേക്കും കുറച്ച് പേരെ ഒന്ന് നമ്മുടെ ഇതിലോട്ടൊന്ന് കൊണ്ടുവരാൻ പറ്റിയാൽ നല്ലൊരു കാര്യമായിരിക്കും, അല്ലേ? എന്ത് പറയുന്നു റോഷ്നി? തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. കാര്യം ഇത് എന്ന് പറഞ്ഞ ഇത് എല്ലാവർക്കും പറ്റുന്നതല്ല. അല്ല, മനസ്സിലൊരു നന്മയും ഒരു സ്നേഹവും ചെയ്യാനുള്ളൊരു അതെ, ആ ഒരാൾക്ക് ചെയ്താലും മതി, അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമായിരിക്കും. ഒരിക്കലും എന്താ പറയുക, നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഉള്ളിൽ ഈ പറഞ്ഞ പോലെ 10 പേരെ കാണിക്കാനല്ല, ഒന്നുമല്ല, ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് തന്നെ അത് വരണം. അങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാർ മുമ്പോട്ട് വരാമെങ്കിൽ നമ്മുടെ നാട് സുന്ദരവും സുരഭിലവുമാവുന്നതാണ് എൻ്റെ അല്ല, എൻ്റെന്നല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും. അങ്ങനെ ഒരു ജനത വരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകം ഉണ്ടാവട്ടെ. അതാണ് ഒരു ഓണക്കാലമായിട്ട് നമുക്ക് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പം നല്ലൊരു ഓണം, അതായത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും, സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഒരു സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെല്ലാവരുടെ ജീവിതത്തിലും എന്നും ഉണ്ടാവട്ടെ. ഓണത്തെ കാലം മാത്രമല്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എല്ലാവർക്കും ഓണാശംസകൾ.